കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തീപിടുത്തം, നിരവധി രേഖകൾ കത്തിനശിച്ചു. തീ പടർന്നത് AC-യിൽ നിന്നാണ് എന്നാണ് വിവരം. രേഖകളും അലമാരകളും അടക്കം കത്തിനശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കെ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ദൃശ്യങ്ങൾ വരുന്നുണ്ടോ? തീപിടുത്തം ഉണ്ടായതിനു ശേഷമുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ? വിജയൻ, ഈ തീപിടുത്തമുണ്ടായത് രാവിലെ 9:22-നാണ്. AC-യിൽ നിന്ന് തീ പടർന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ഈ ആഭ്യന്തര മന്ത്രാലയം അടക്കമുള്ള മന്ത്രാലയങ്ങളിൽ ഇങ്ങനെയുള്ള തണുപ്പ് കാലത്ത് നിന്ന് ചൂട് സമയത്തേക്ക് പോകുന്ന ഇടവേളകളിൽ കഴിഞ്ഞ തവണയും ചില തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചില രേഖകളൊക്കെ കത്തി നശിക്കാനും ചില നിർണായകമായ രേഖകളൊക്കെ കത്തി നശിക്കാനും കാരണമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ വിധത്തിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് പിന്നിൽ എന്താണ് താല്പര്യം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നും സമാനമായിട്ട് രേഖകൾ സൂക്ഷിച്ചിരുന്ന ചില അലമാരകൾ അടക്കമുള്ളവ കത്തി നശിച്ചു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, എത്ര പ്രധാനപ്പെട്ട രേഖകളാണ് പോയത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ആളപായം അടക്കം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും എന്ന് അറിയാൻ സാധിക്കുന്നു. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല. ഏതായാലും ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ടായ ഈ തീപിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. രേഖകൾ നിരവധി കത്തി നശിച്ചിരിക്കുകയാണ്. വിജയൻ, ആർക്കെ ഈ രേഖകൾ കത്തി നശിച്ചു എന്നതിനപ്പുറത്ത് അതിൽ ഒരു അന്വേഷണം സ്വാഭാവികമായും വേണ്ടി വരുമല്ലോ. ഏത് പശ്ചാത്തലത്തിൽ ഇത്തരം തീപിടുത്തം ഉണ്ടാകുന്നു, രേഖകൾ ബോധപൂർവം നശിപ്പിക്കപ്പെടാൻ ഒക്കെ കാരണമായിട്ടുണ്ടോ? അതൊക്കെ ഈ പരിശോധനയുടെ ഭാഗമാകേണ്ടതാണല്ലോ. അപ്പോൾ ഒരു അന്വേഷണത്തിന് എന്തായാലും ആഭ്യന്തര മന്ത്രാലയം ഒരു തീരുമാനമെടുത്തേക്കും അല്ലേ? കാരണം രേഖകളും അടക്കം നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കത്തി നശിച്ചു എന്നാണല്ലോ പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ, അല്ലേ? തീർച്ചയായിട്ടുമാണ് വിജയൻ. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള ചട്ടങ്ങളുടെ അനുബന്ധമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കേന്ദ്ര സേനയുടെ പരിപാലനത്തിലുള്ള ഓഫീസുകളിൽ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റേത്. അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ വീഴ്ച എന്ന രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് വീഴ്ചയാണോ, സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് പിന്നീട് വിലയിരുത്തുക. ആദ്യം ഏതായാലും ഇതൊരു വീഴ്ച എന്ന് കണ്ടുകൊണ്ട് തന്നെയുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിലുപരി ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ കത്തി നശിച്ച രേഖകൾ എന്തൊക്കെയാണ് എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി ഒരു പ്രത്യേക ഉത്തരവുണ്ടായാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. വിജയ്, യെസ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ് തീപിടുത്തമുണ്ടായത്. രേഖകൾ കത്തി നശിച്ചിട്ടുണ്ട്. AC-യിൽ നിന്നാണ് തീ പടർന്നത്. രാവിലെ 9 മണിക്ക് ശേഷമാണ് ഇത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടേക്കുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.